ഓണത്തിൻ്റെ ആഘോഷ ലഹരിയിലാണ് ഗൾഫ് മലയാളികൾ. ഫ്ളാറ്റുകളിലും വില്ലകളിലും ഒത്തുചേർന്ന ഗൾഫ് മലയാളികൾ മനോഹരമായ പൂക്കളം തീർത്തു. ജമന്തിയും വാടാമല്ലിയും അങ്ങനെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ പൂക്കളും കടൽ കടന്ന് ഗൾഫിലെത്തിയിട്ടുണ്ട്. ഓണസദ്യയ്ക്ക് വേണ്ട തൂശനില ഉൾപ്പെടെയുള്ളവയും കടൽ കടന്ന് അറേബ്യൻ നാടുകളിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്യദേശത്തായതിനാൽ ഓണം നഷ്ടമാകുന്നു എന്ന തോന്നൽ ആർക്കുമില്ല. ഗൃഹാതുരമായ ഓർമ്മകൾ കൂട്ടിനുണ്ട് പ്രവാസിയുടെ ഓണാഘോഷത്തിന്. പായസം വെപ്പ് അല്ലെങ്കിൽ ഓണക്കളികൾ അങ്ങനെ പരിപാടികളുണ്ട് തിരുവോണത്തിനന്ന്. അപ്പോൾ നമ്മൾ രാവിലെ ഇതെല്ലാം ഇറങ്ങും, ഓരോ ജംഗ്ഷനിലെ പരിപാടിയും കണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ പായസം കുടിച്ച് ഇതൊക്കെ കണ്ട് തിരിച്ചെത്തുമ്പോൾ ഒരു 12 മണിയാവും. അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമ. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച ഓണം എത്തുന്നത്. പൊതു അവധി ദിനത്തിൽ ഓണമെത്തിയതിനാൽ ഇത്തവണത്തെ ആഘോഷങ്ങൾക്ക് ആരവം കൂടുതലാണ്. ജനിച്ച നാട്ടിലെത്തി ഓണം ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട് പല പ്രവാസികൾക്കും. പക്ഷേ ജോലി തിരക്കുകൾ കാരണം പലർക്കും അത് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ മറുനാട്ടിലെ ഓണം കെങ്കേമമാക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ. മലയാളി എവിടെയാണെങ്കിലും മനസ്സിലും ഹൃദയത്തിലും ഒരിടമുണ്ട് ഓണത്തിന്. പച്ചപ്പുകളാലും നാട്ടുനന്മകളാലും സമ്പന്നമായ പഴയകാല ഓർമ്മകളെ ചുറ്റിപ്പറ്റിയാണ് ഭൂരിഭാഗം പ്രവാസി മലയാളികളും ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം സനീഷ് നമ്പ്യാർ, റിപ്പോർട്ടർ, ദുബായ്.